സ്റ്റോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ത്രില്ലിരിക്കും. ഹലോ ശിവാം ബ്രോ, കേക്കാം. സപ്പോസിനെ സ്റ്റാർട്ട് ചെയ്തില്ല, സർപ്രൈസ്ഡ് ആണോ? ഈ ശിവാം ബ്രോ വാച്ചറോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിസ് ജോൺസിനെ പിടിച്ചിട്ടാണ്. വളരെ വളരെ സർപ്രൈസ്ഡ് ആണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല സ്റ്റാർട്ട് ചെയ്യുമെന്ന് കേട്ടിസ് ജോൺസ്. അയ്യോ, എന്തായാലും റയലി മോഡ്രിച്ച് ഉണ്ട് കേട്ടോ ബ്രോ. ഞാൻ സർപ്രൈസ് ആണ്. ഞാൻ ഓർത്തില്ല, എസ്പെഷ്യലി മിലാൻ മാച്ച് ഒക്കെ കണ്ടതിന് ശേഷം മോഡ്രിച്ചിന് ഇങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് ലാസ്റ്റ് കളി സെബാലിയോസ് ലുക്ക്. അതെ, ഞാനും അതാ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു ഓ ശരി, അവർക്ക് വേറെ മിഡ്ഫീൽഡേഴ്സ് ഇല്ലല്ലോ അല്ലേ. ചുമന് ഇഞ്ചോർഡ് ആണല്ലോ. ഞാൻ അവർക്കാരും മറന്നു. സെബാലിയോസേ ഉള്ളല്ലേ ഇടാനായിട്ട്. ശരി, അത് ഡോട്ട്മുണ്ട് ഗെയിം പോലെ, ഡോട്ട്മുണ്ടിന്റെ ഫസ്റ്റ് ഹാഫ് പോലെ ആണെങ്കിൽ മോഡ്രിച്ചിനെ കാണാൻ ഉണ്ടാവില്ല. ബ്രോ 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 സെക്കൻഡ് ഹാഫ് ലിവർപൂൾ സ്റ്റാർട്ടിംഗ് ഓൺ ഫ്രണ്ട് ഫുട്ട്. ഐ തിങ്ക് ഞങ്ങൾക്ക് അതായിട്ടില്ല. ഞാൻ ഒത്തിരി പറയുന്നത് ശിവാം ബ്രോയ്ക്ക് വന്നോ? വന്നു, ഞാൻ റിയാക്ഷൻ ഇടുന്നില്ല. സെലിബ്രേറ്റ് ചെയ്തു അതിനെ ചെയ്തോ, ചെയ്യണ്ട ബ്രോ. ഫ്രഷ് ആയിട്ട് ഗോൾ ശരിയുണ്ട്. കമന്റ്സിൽ എല്ലാരും ഇട്ട് ബ്രോ. മക്കലിസ്റ്റർ മാൻ, നമ്മള് ഫസ്റ്റ് ഹാഫിൽ എക്സ്പെക്ട് എന്റെ ബ്രോ മക്കലിസ്റ്റർ അടിപൊളി. പക്ഷെ എനിക്ക് ആ ബ്രാഡ്ലിയുടെ ഹെഡർ മിസ്സായതിന്റെ ഷോക്കിലിരിക്കുമ്പോഴാണ് ഇത് വന്നത്. മിസ്സല്ല, സേവ് ചെയ്തതിന്റെ. ഞാൻ ഗോൾ വരുമെന്ന് വിചാരിച്ചില്ല, സത്യം പറയാലോ. ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. നല്ല സ്പേസ്, റയലിന്റെ സ്ട്രക്ചർ പോയല്ലേ. അതെ അതെ. ഞാൻ റുഡിഗർ അപ്രണ്ട് കയറിയത് കണ്ട. റുഡിഗർ ഭയങ്കര, ഞാൻ കണ്ടു റുഡിഗർ നല്ല ഫ്രണ്ടിലായിരുന്നു. ആ ബോക്സിനെയും പുറത്തായിരുന്നു കുറെ നേരമായിട്ട്. ഒരു യൂട്ടിലൈസ് കണ്ടില്ല. ആ ഫ്രണ്ടില് ഉള്ള 2 സെന്റർ ബാക്സിനിട്ട് ഓവർലോഡ് ചെയ്യാൻ തുടങ്ങിയവര്. ഫുൾ സമയത്ത് മെൻഡിനെ 3 പേരെ പ്രസ് ചെയ്യുന്നു. ഒരു സെന്റർ ബാക്കിന് 3 പേരെ പ്രസ് ചെയ്യാൻ പോകുന്നു. പെനൽറ്റിയോ? പെനൽറ്റി അല്ല, റോബർട്ട്സ്. അത് കണ്ടിട്ട് വരണം. വാസ്കസ് മോനാ എനിക്ക് വയ്യ. ലുക്കാച്ചൻ മാഞ്ചു കൊടുത്തു വരുന്നു. സില്ലി പീസ് ഓഫ് ഡിഫെൻഡിങ് ആണോ അത്? പെനൽറ്റി ആണോ? രണ്ട് സൈഡിൽ നിന്ന്, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പെനൽറ്റി ആണത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത്. പക്ഷെ ഇന്റൻഷണൽ ആണ്, അല്ല ഇന്റൻഷണൽ, പക്ഷെ പെനൽറ്റി ആണ് കൊടുത്തു കണ്ടിട്ടുണ്ട്. ചെക്കിങ് വല്ലതും ഉണ്ടോ? അത് റെഫറി പെനൽറ്റി വിളിച്ചില്ല എന്നാ ഓപ്പൺ ചെയ്തത്. എനിക്ക് തോന്നുന്നത് റെഫറി സ്കോൾ രക്ഷപ്പെട്ടത്. എന്തോ സംസാരിക്കുന്നു തോന്നുന്നു, അറിഞ്ഞൂടാ. പെനൽറ്റിയാണ്. സ്റ്റിൽ ചെക്ക് പെനൽറ്റി. സോറി, പെനൽറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കമന്റ്സ് നോക്കാം. പെനൽറ്റിയാണ്. കിലിയൻ എംബാപ്പെ സേവ് ബ്രോ. ശിവാം ഇവിടെ എനിക്ക് റോബർട്ട്സ് അയ്യോ. പെനൽറ്റി അല്ലേ? പെനൽറ്റി ക്ലിയർ പെനൽറ്റി. മെൻഡിയുടെ ഏതൊരു മിസ്റ്റേക്ക്, അത് നിർബന്ധമാണ്. ഇനി അത് അടിച്ചാൽ മതി. ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ട് അടിച്ചില്ലെങ്കിൽ ഇനി ആൾക്കാർ എന്നെ കളിയാക്കും. സാല എവിടെ മുമ്പേ അങ്ങോട്ട് ചോദിച്ചു കൊടുത്തേ. സാല ഇപ്പൊ പെനൽറ്റി എടുക്കാൻ
ആരാടാ ചോദിച്ചത് സാധനം എവിടെ അതേ ആള് പെനൽറ്റി ക്രിയേറ്റ് ചെയ്ത്. പക്ഷെ അത് ഇത് ചെയ്തിട്ട് ഫൗൾ ചെയ്തില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല. കാര്യം ആരായാലും ഫൗൾ ചെയ്തു ചെയ്ത് കഴിഞ്ഞു. Clear penalty. അത് ക്ലിയർ പെനാൽറ്റി. മെൻഡിക്ക് അതല്ലാണ്ട് വേറെ വഴിയില്ല. യെല്ലോ മെൻഡിക്ക്. സലേനെ കണ്ടോളൂ, എല്ലാരും എന്നെ ട്രോളാ. അതെന്നെ പെനാൽറ്റി ആയിരുന്നത് കണ്ട് എന്റെ ബ്രോ സേവ് ചെയ്യാറ് ഇത്രയും കുഴപ്പമില്ല. കുഴപ്പമില്ല അത് മെൻഡിയെ മാറ്റിയല്ലോ. യെല്ലോ കാർഡില്ല, വാൻ ഗാർഷിയാണ്. Corner kick for Liverpool. Goal. Yes. Bro. Cody Gakpo. Man. Long still. ഉള്ളിൽ ആവേശമാണ്. ഇതൊക്കെ കാണുമ്പോൾ സ്ലോട്ട് മൈറ്റ് ബി ദ മാൻ ഫോർ യുവർ ഫ്യൂച്ചർ എന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? നല്ല ഗെയിം റീഡിങ് എബിലിറ്റി ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ള് പഠിച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്തത്. കാര്യം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തമ്മിൽ മാഡ്രിഡിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. അതാരാ ഓഫ് ഒന്നല്ലോ, അല്ല ഓഫല്ല. റുഡിഗർ ആകെ അതിനകത്ത് ഹൈറ്റ് ഉള്ള പ്ലെയർ റുഡിഗർ അല്ലേ ഉള്ളൂ. അത് വാൻഡൈക്കിനെ മാർക്ക് ചെയ്യാനും പോയി. മോഡ്രിച്ചാ ഗ്യാപ്പ് ഓഫാണോ? നോ ഓഫല്ല. ഡിസിഷൻ ഓഫല്ല.